ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ബാലിയിൽ 3rd ഡേ ആണ്. ഇന്ന് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് 3 ഡിഫറെൻറ്റ് ടെമ്പിൾസും ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഏർലി മോർണിംഗ് തന്നെ നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഒരു 7:30 ആയപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂമ റോഡിൽ നിന്ന് നമ്മൾ ഇറങ്ങി വിത്തിൻ ഒരു ഹാഫ് ആൻ അവർ ഡ്രൈവ് നമ്മുടെ ഫസ്റ്റ് പ്ലേസിലേക്ക്, നമ്മൾ ഫസ്റ്റ് ടെമ്പിളിലേക്ക് എത്തിയിരിക്കുകയാണ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സിൽ ഒന്നായി രേഖപ്പെടുത്തിയിരിക്കുന്ന പൂരാ തമൻ ആയുൻ ടെമ്പിളാണിത്. അപ്രോക്സിമേറ്റ്ലി 400 ഇയേഴ്സ് ഓൾഡാണ് ഈ ടെമ്പിൾ. ഇവിടെ എത്തിയപ്പോൾ തന്നെ കാണുന്നത്, രാവിലെ തന്നെ ആരും ഇവിടെ വന്നിട്ടില്ല, നമ്മളാണ് ഇന്നത്തെ ഫസ്റ്റ് വിസിറ്റർ. ഇവിടെ ഉള്ളവർ ഈ സ്ഥലങ്ങളെല്ലാം ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നേരത്തെ എത്തിയത് കൊണ്ട് നല്ല ഫോട്ടോസും വീഡിയോസും നല്ല ലൈറ്റിങ്ങിൽ ഞങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. ഇവിടെ ഒരാൾക്ക് 30K ഐഡിയാണ് ഇവർ ചാർജ് ചെയ്യുന്നത് എൻട്രൻസ് ഫീസായിട്ട്. ബാലിയിൽ ഒട്ടുമിക്ക എല്ലാ ടൂറിസ്റ്റ് അട്രാക്റ്റീവ് സ്പോട്ട്സിലും ക്യാഷാണ് പേയ്മെൻ്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നത്. ഇന്തോനേഷ്യൻ റുപ്യ, നമ്മുടെ ക്രെഡിറ്റ് കാർഡ്സോ അല്ലെങ്കിൽ US ഡോളേഴ്സ് ഒന്നും ഇവരിവിടെ അക്സെപ്റ്റ് ചെയ്യില്ല. ബാലിയിൽ ഈ ഗേറ്റ്സ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എൻ്റെ ഈ വീഡിയോസ് കണ്ടവർക്കെല്ലാം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഏതൊരു ദൈവത്തിൻ്റെ സ്റ്റാച്യു ഉണ്ടെങ്കിലും അതിന് മുന്നിലായിട്ട് ഈ ഗേറ്റ്സ് അവർ മസ്റ്റായിട്ടും പണിതിട്ടുണ്ടാവും. ആദ്യം ഇവിടെ വരുമ്പോൾ ഇതൊരു അത്ഭുതമായിട്ട് തോന്നി. പക്ഷെ ഇപ്പോൾ കുറേ കണ്ട് അതൊരു കോമൺ സീനായി മാറി ഞങ്ങളുടെ ഡേ ടു ഡേ അഡ്വെഞ്ചേഴ്സിൽ. ഇതാണ് നേരെ കാണുന്ന കവാടം. ഇതൊരു റോയൽ ഫാമിലി ടെമ്പിളാണ്. പബ്ലിക്കിന് ഇതിനകത്തേക്ക് പ്രവേശനമില്ല. നമുക്കിതിൻ്റെ ചുറ്റുമുള്ള സീനറീസും ഇവിടെ എല്ലാം എൻജോയ് ചെയ്യാൻ മാത്രമേ പെർമിഷൻസ് ഉള്ളൂ. ഈ ടെമ്പിൾ ഫെസ്റ്റിവൽ ടൈമിൽ മാത്രമാണ് ഇവർ ഓപ്പൺ ചെയ്യുന്നത്, ഇതിൻ്റെ മെയിൻ ഗേറ്റ്സ് എല്ലാം. ഈ കാണുന്നതാണ് മെയിൻ എൻട്രൻസ്. ഇതിൻ്റെ റൈറ്റിലും ലെഫ്റ്റിലും ഉള്ള ഡോർസിൽ കൂടെയാണ് അകത്തേക്കുള്ള പ്രേ ഏരിയയിലേക്കുള്ള എൻട്രി. നിങ്ങളിപ്പോൾ ഈ കാണാൻ പോകുന്നതാണ് ഇവിടുത്തെ പ്രേ ഏരിയ. നമ്മുടെ നാട്ടിൽ കാണുന്ന ടെമ്പിൾസ് വെച്ച് നമുക്കിത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇവിടെ എങ്ങനെയാണ് പ്രെയർ നടക്കുന്നതെന്നും നമുക്ക് കാര്യമായിട്ട് അറിയില്ല. ഇവരുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം വെച്ചിട്ടാണ് ഇവർ മെയിനായിട്ട് പ്രേ ചെയ്യുന്നത്. അത് വേറൊരു സ്ഥലത്തുനിന്ന് ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു. ചെറുപ്പം മുതലേ കുട്ടികൾക്കെല്ലാം ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യാൻ ഇവർ ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ കാഴ്ചകളെല്ലാം കണ്ട് സൈഡിൽ കൂടെ ഒരു ചെറിയ വഴി പോകുന്നുണ്ട്. ഇതിൻ്റെ ഡെഡ് എൻഡിലെത്തുമ്പോൾ നമ്മൾ വലിയൊരു ഫോറസ്റ്റിലേക്കാണ് എത്താൻ പോകുന്നത്. കുറേ മരങ്ങളുള്ള, ഒരുപാട് പഴയ മരങ്ങളുള്ള ഒരു ഫോറസ്റ്റാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഏരിയയിലേക്ക് എൻട്രി ഇല്ല. ഫോറസ്റ്റ് സൈഡിലെല്ലാം പോകാനും ഫോട്ടോസ് എല്ലാം ക്യാപ്ചർ ചെയ്യാനും നമുക്ക് പെർമിഷൻ ഉണ്ട്. അങ്ങനെ ഒരു വെരി ബ്യൂട്ടിഫുൾ ഡേ ഞങ്ങളിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് പീസ്ഫുള്ളായിട്ട് തോന്നിയ ഒരു സ്ഥലമാണ് എനിക്കിത് പേഴ്സണലി. പിന്നെ ക്രൗഡും കൂടി ഇല്ലാത്തത് കൊണ്ട് നല്ലോണം എൻജോയ് ചെയ്തു. നെക്സ്റ്റ് ടെമ്പിൾ ഏതാണെന്ന് അറിയാൻ വേണ്ടി വീഡിയോസ് എല്ലാം കണ്ടിന്യൂസ് ആയി കാണുക.